നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കലിൽ നടുറോഡിൽ പിന്നാക്ക വിഭാഗക്കാരിയായ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നടപടിയെടുക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നു. പരാതി നൽകിയിട്ടും CPMകാരായ പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് മർദ്ദനമേറ്റ 19കാരി പറഞ്ഞു. തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വസ്ത്രം വലിച്ചുകീറി അധിക്ഷേപിച്ചു എന്നും എഴുന്നേൽക്കാനും നടക്കാനും പോലും പറ്റാത്ത അവസ്ഥയാണ് തനിക്കെന്നും തുറവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടി പറയുന്നു. സഹോദരങ്ങളെ ഉപദ്രവിക്കുന്നത് തടയാൻ ചെന്നപ്പോൾ പെൺകുട്ടിക്ക് മർദ്ദനമേൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ക്രൂര ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. CPM പ്രവർത്തകനായ ഷൈജുവും സഹോദരനും ചേർന്നാണ് ആക്രമിച്ചത്. ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധമുണ്ട്. സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സഹോദരന്മാരെ ആക്രമിച്ചതിന് പോലീസിൽ പരാതി നൽകിയ വൈരാഗ്യത്തിലാണ് പെൺകുട്ടിക്ക് നേരെ നടുറോട്ടിൽ ആക്രമണമുണ്ടായത് എന്ന് പറയപ്പെടുന്നു. CPM പ്രവർത്തകർ എന്ത് തോന്നിയാസം കാണിച്ചാലും പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് എന്ന് നാട്ടുകാരും കുറ്റപ്പെടുത്തുന്നുണ്ട്. CPM പ്രവർത്തകരുടെ ഈ ക്രൂര ആക്രമണത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് നാട്ടുകാരും പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ അതിക്രൂരമായി ആക്രമിച്ചതിന് സാധാരണ വകുപ്പുകൾ മാത്രം ചാർജ് ചെയ്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്ന പരാതിയുമുണ്ട്. ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് നടുറോഡിൽ മാനഭംഗമുണ്ടായെങ്കിൽ അത് വിവിധ വകുപ്പുകൾ പ്രകാരം കൃത്യമായ ശിക്ഷ കിട്ടുന്ന കുറ്റത്തിൻ്റെ വകുപ്പുകൾ പ്രകാരം കേസുകൾ ചാർജ് ചെയ്യണമായിരുന്നു എന്നാണ് സമൂഹമാധ്യമത്തിലൂടെയും പലരും പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും CPM പ്രവർത്തകരായ പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ഒപ്പം CPMൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. അവർ CPM അനുഭാവികളായിരിക്കാം, പക്ഷേ CPMൻ്റെ പ്രവർത്തകരല്ല, നേതാക്കളല്ല തുടങ്ങിയ ന്യായീകരണമാണ് CPM പൂച്ചാക്കൽ ലോക്കൽ കമ്മിറ്റി നടത്തിയിരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല, അവർ നേതാക്കളല്ല, അവർ അനുഭാവികളായിരിക്കാം. എന്തായാലും അവർ CPM അംഗങ്ങളാണെങ്കിൽ അവർക്കെതിരെ നടപടിയുണ്ടാകും എന്നുള്ള സൂചനകളാണ് CPM പ്രാദേശിക വിഭാഗം നൽകുന്നത്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വരെ ചെന്ന് CPM നേതാക്കൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും അവരെ വെറുതെ വിടാനുമുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും പരാതിപ്പെടുന്നു.